ഐ ആം RJ ജ്വൽ. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിടിലൻ സംഭവമാണ് കേട്ടോ. 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ പെരുമ്പാവൂരിലുള്ള ചിത്രപീഠമാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്കെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്ന നമ്മളുടെ എല്ലാം ഇപ്പോൾ നമുക്കറിയാം ഫോട്ടോസ് എല്ലാം പഴയ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ദ്രവിച്ചു പോകുന്ന ഫോട്ടോസുകൾ ഇതിനെല്ലാം ഏറ്റവും പുതുമയോടെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം എന്ന് വേണ്ട അതെല്ലാമാണ് ചിത്രപീഠത്തിലുള്ളത്. അപ്പോൾ ചിത്രപീഠം നമുക്കൊന്ന് പരിചയപ്പെടാം. വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രപീഠത്തിലെ പൗലോ സാറ് ഏകദേശം 35 വർഷത്തോളം ആയിട്ട് കൊണ്ടു നടക്കുന്ന സ്ഥാപനമാണ് ചിത്രപീഠം. ഇപ്പോൾ ചിത്രങ്ങളെല്ലാം തന്നെ പെയിന്റിങ് അല്ലാതെ LED ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് ചിത്രങ്ങൾ വീടുകളിൽ വെക്കും. കാരണം കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വർക്കാണ്. ഞങ്ങൾ ഏറ്റവും സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരിക്കലും കളർ കൂടുതലായിട്ട് തെളിഞ്ഞ് കാണില്ല, എന്നാൽ വലിയ കുഴപ്പമില്ലാതെ വെറുതെ ഫ്രെയിം മാത്രമായിട്ട് കാണുള്ളൂ. പ്ലഗിലേക്ക് കറണ്ട് വെറുതെ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കത്തി കിട്ടും. ചെറുതും വലുതുമായിട്ടുള്ള ഫ്രെയിമുകൾ ധാരാളമായിട്ട് ചെയ്തു പോകുന്നു നമ്മുടെ സ്ഥാപനത്തിൽ. അത് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ഞങ്ങൾ തന്നെ എൻ്റെ ഫ്രെയിം ഉൾപ്പെടെ എല്ലാം ഞങ്ങൾ തന്നെയാണ് വർക്കുന്നത്. UV പ്രിൻ്റ് എടുത്തിട്ട് അക്രലിക്കിലേക്ക് പ്രിൻ്റ് എടുത്തിട്ട് അതിന് അഡാപ്റ്റർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. 1 ഇയർ ഗ്യാരണ്ടി ഞങ്ങൾ ഇതിന് കൊടുക്കുന്നുണ്ട്. 1 ഇയർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ അതിന് വന്ന് കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മാറുന്നതിന് വാറണ്ടി വാങ്ങും. ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്യുന്ന വർക്കുകളാണ്. ലാസ്റ്റ് സപ്പറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഷൻ നമ്മളിപ്പോൾ 2-3 കഴിഞ്ഞു. ഇതാ ഈ ഒരു കാണുന്നത് 5 എണ്ണം. ആ 5ഉം ലാസ്റ്റ് സപ്പറിന്റെ ആണ്. ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിന്റെ? ഇത് ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യൻ ചിത്രകാരന്മാർ ഡാവിഞ്ചിയോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇതിന് ഫോം ചെയ്തിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ തരത്തിലാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് വരുമ്പോൾ അവർക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ടുള്ള പടങ്ങളാണ് കൊണ്ടുപോവുക. അപ്പം ഡാവിഞ്ചിയുടെ ചിത്രം തന്നെ വേണമെന്ന് നിർബന്ധിച്ചവർക്ക് അത് തന്നെ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. അല്ലാത്തവർക്ക് ഇത്തരം ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതിനകത്ത് ഈ ക്രിസ്റ്റൽ ഒട്ടിച്ചിരിക്കുന്നതാണ്. ക്രിസ്റ്റൽ ഒട്ടിച്ച് ചെയ്തിരിക്കുന്നതാണ്. പിക്ചർ അക്രലിക്കിലേക്ക് പ്രിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കും. അപ്പോൾ ഒരു ചെറിയൊരു 3D ഒരു ക്രാഫ്റ്റ് വർക്ക് അത്രേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞങ്ങൾ ഒരു വീട്ടുകാർ ഇവിടെ ഒന്ന് സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് അവർ പറയുന്ന വലിപ്പത്തിലേക്ക് എല്ലാത്തരം പെയിൻറ്റിങ്ങും, അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്, പിന്നെ റിയലിസ്റ്റിക് പെയിൻറ്റിങ്, പെൻ ഡ്രോയിങ്, എന്ത് വേണ്ട അങ്ങനെ എല്ലാ സംഭവവും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഒപ്പം തന്നെ ഫോട്ടോ എടുക്കേണ്ടതാണ് ഫോട്ടോ എടുത്ത് ചെയ്തു കൊടുക്കും. ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റിങ് മേഖലയിൽ എല്ലാത്തരം പ്രിൻറ്റിങ്ങും ഇവിടെ ചെയ്യുന്നുണ്ട്. മഗ് പ്രിൻറ്റിങ്, അക്രലിക് പ്രിൻറ്റിങ്, മൾട്ടിവുഡ് പ്രിൻറ്റിങ്, ക്യാൻവാസ് പ്രിൻറ്റിങ്. ക്യാൻവാസിൽ ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പോൾ സാധാരണ ചെയ്യുന്ന ഫ്ലെക്സ് മെഷീനിലൊക്കെ ആൾക്കാർ പ്രിൻ്റ് അടിക്കുന്നത്. ഞങ്ങളങ്ങനെ UV ആണ് അടിക്കുന്നത്. UV അടിച്ചു കൊടുക്കുമ്പോൾ കളർ ഒരിക്കലും ഫെയ്ഡ് ആവില്ല. അത് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ക്യാൻവാസ് തന്നെ ചെയ്യാൻ പറ്റും. അതൊക്കെ നന്നായിട്ട് തന്നെ ഫ്രെയിം ചെയ്ത് ഇത് കൊടുക്കും. ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഇനി ഇതിന്റെ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിന്റെ വർക്ക് ഏരിയ കാണാം അല്ലേ? മെഷീനറിയും വർക്ക് ഏരിയ തീർച്ചയായിട്ടും അത് കാണണം നിങ്ങൾ. അപ്പോൾ നമുക്കിനി അത് കാണാം. ഇതാണ് നമ്മുടെ പ്രിന്റിങ്ങിന്റെ ഏരിയ അല്ലേ? ഇത് ഞങ്ങളുടെ പ്രിന്റിംഗ് യൂണിറ്റ് ആണ്. ഇതിനകത്ത് 3 മെഷീനാണ് ഇപ്പോൾ ഉള്ളത്. മറ്റു മെഷീനുകളൊക്കെ അപ്പുറത്തെ റൂമിലാണ്. ഇതിനകത്ത് കാണുന്ന ഇത് അക്രലിക് കട്ടറാണ്. അക്രലിക് കട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രലിക് ഷീറ്റ് കയറ്റി വെച്ചിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ലേസർ കട്ടിങ് എന്ന് പറയും. ലേസർ കട്ടിങ് പരിചയപ്പെടുത്തിയില്ല. ഇത് എന്റെ മകനാണ്. ഇദ്ദേഹമാണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ മാനേജ് ചെയ്യുന്ന മോനാണ്. എഞ്ചിനീയറിംഗ് അപ്പൊ ശരിക്കും നമുക്ക് ഇവിടെ എന്തൊക്കെ മെഷീൻസ് ഉള്ളത്? മിഷനറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ റൂമിലിരിക്കുന്നത് അക്രലിക് കട്ടർ, അതായത് ലേസർ കട്ടർ. അതാണ് UV പ്രിന്റർ. അത് ഫ്ലാറ്റ് ബെഡ് പ്രിന്റിംഗ് ആണ്. അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മകനാണ് ചെയ്യണേന്ന് പറഞ്ഞത്. എന്നെ ചെയ്യാൻ കഴിയുന്ന, ഞാൻ പടം വരയ്ക്കുന്ന ആളാണ്. അപ്പൊ അതിനകത്ത് പഠിച്ചിരിക്കണം. പുള്ളി അതിനനുസരിച്ച് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ അവിടെ ഇരിക്കുന്ന നമ്മൾ ലാമിനേഷൻ മെഷീനാണ്. ഇതിന്റെ ഉപയോഗത്തിന് വേണ്ടിയുള്ള പ്ലാസ്റ്റിക് ലാമിനേഷൻ, ലാമിനേറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കും. പിന്നെ ഇതൊരു വർക്ക്ഷോപ്പ് ഇങ്ങനെ ഇച്ചിരി മെസ്സി ആയിട്ട് കിടക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഇതുപോലത്തെ ഇപ്പൊ നമുക്ക് കുറെ മെഷീനറി ഞങ്ങൾക്ക് ഇപ്പോൾ നിലവില്
ഒരു 7 പ്രിന്റർ ഉണ്ട്. അതുപോലെ എത്ര ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ? ഇവിടെ വർക്ക് ചെയ്യുന്ന 6 പേര് ഓൾറെഡി വർക്കേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ മാനേജ് ചെയ്യാനായിട്ടൊക്കെ മോനാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും. ഓക്കെ. ഈ രീതിയിൽ വാൾ മൗണ്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള ചിത്രങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു പുതിയ രീതിയിൽ ഓരോ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ മ്യൂറൽ പെയിൻറ്റിങ് ഇരിപ്പുണ്ട്. ഇത് പെന്നുപയോഗിച്ചുകൊണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് വരച്ച ചിത്രമാണ്. അത് ബോക്സ് ഫ്രെയിമിലാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ബോക്സ് ഫ്രെയിം ഇടുമ്പോൾ വരച്ച ചിത്രങ്ങൾ ഇടുമ്പോൾ കൂടുതൽ മനോഹരമാകും. അതുകൊണ്ട് ബോക്സ് ഫ്രെയിമാണ് ചെയ്തത്. അയ്യപ്പൻ, അതുപോലെ കുമാരനാശൻ, അങ്ങനെ നിരവധി പേരുടെ രേഖാചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ചാൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ പേരിൽ ചെയ്തത്. ഇത് മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ്. ഇതുപോലെ തന്നെ വലിയൊരു ക്യാൻവാസിലേക്ക് ചെയ്ത ചിത്രമാണ്. അതിൻ്റെ ചെറിയ പ്രിൻ്റാണ് ഇരിക്കുന്നത്. ഇതെൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ അത് ക്ലോക്കിലേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളതെന്ന് ചെയ്തു നോക്കിയിരിക്കുന്നതാണ്. ഇത് ക്ലോക്കിലേക്ക് ആര് പടം തന്നാലും അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ആരുടെ ചിത്രം വേണം ചെയ്യാം. ഇത് വാട്ടർ കളർ അദ്ദേഹത്തിൻ്റെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഞാൻ വരച്ചതാണ്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മെസ്സി, മലയാളികളെ പ്രിയപ്പെട്ട മെസ്സി. ഇത് ഞാൻ വരച്ച ചിത്രം മുകളിൽ നോക്കുന്ന കാണുന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ചിത്രം ഞാൻ തന്നെ തീം വർക്ക് ചെയ്താണ് ചിത്രമാണ്. ആ തീമിൽ വരച്ചിട്ട് അത് LED ലൈറ്റ് ഇട്ടേക്കണെയാണത്. അതിൻ്റെ തന്നെ പേപ്പർ പ്രിൻ്റ് വരച്ച കോപ്പിയൊക്കെ വിറ്റുപോയതാണ്. അപ്പോൾ ചിത്രപീഠത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രീമിയം പോർട്രേറ്റ്സ്, അതുപോലെ തന്നെ ഓൾഡ് ഫോട്ടോ റെസ്റ്റോറേഷൻ, അതുപോലെ തന്നെ UV പ്രിൻറ്റിംഗ്, ഇലസ്ട്രേഷൻ ആർട്ട്, അക്രിലിക് നെയിം ബോർഡ്സ് ഇവിടെ ചെയ്യും, ഓയിൽ പെയിൻറ്റിംഗ്, വാട്ടർ കളർ പെയിൻറ്റിംഗ്, മ്യൂറൽ പെയിൻറ്റിങ്സ്, അതുപോലെ ഡിജിറ്റൽ പെയിൻറ്റിങ്സ്, മഗ് ആൻഡ് ടീഷർട്ട് പ്രിൻറ്റിംഗ്, അതുപോലെ ഫോട്ടോ ഫ്രെയിമിംഗ്, അക്രിലിക് സ്റ്റാൻഡ് ഓഫ്സ്, അതുപോലെ LED ഫ്രെയിമിംഗ്, ഇതെല്ലാം ചിത്രപീഠത്തിൽ ചെയ്യുന്നതായിരിക്കും. ചുമ്മാ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാളും നല്ല മൂല്യമുള്ള ഗിഫ്റ്റ് കൊടുക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നല്ല മൂല്യമുള്ള, അത് അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്കോ ബർത്ത്ഡേക്കോ അല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള എണ്ണച്ചായ ചിത്രങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. ആ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടുന്നതെല്ലാം തന്നെ ചിത്രപീഠം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 35 വർഷത്തെ സേവന പാരമ്പര്യം എന്ന് പറയുന്നത് വെറുതെ അല്ല. എന്തായാലും താങ്ക് യു സാർ, ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള ആർട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ചിത്രപീഠത്തിന് ഇനിയും വളരാനായിട്ട് കഴിയട്ടെ, ഞങ്ങളുടെ ആശംസകൾ. തീർച്ചയായിട്ടും ജീവനിനോടും എനിക്കത് തന്നെ പറയാനുള്ളത്. വളരെ നന്നായി ഇവിടെ സന്ദർശിച്ചതിനും നമ്മളെ വിലയിരുത്തൽ നടത്തിയതിനും വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം കൂടി ഞാനും അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങാനായിട്ട് നേരെ പോരെ പെരുമ്പാവൂർ ചിത്രപീഠത്തിലേക്ക്. ഇവരുടെ സോഷ്യൽ മീഡിയ പേജസ് എല്ലാം തന്നെ നിങ്ങൾ ഒന്ന് നോക്കി ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഓക്കെ, ടാറ്റാ, ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.